നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു കുബ്ബൂസ് ഉണ്ടാക്കിയാലോ? ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കുബ്ബൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്, എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. നല്ല പൊങ്ങി വരുന്നൊരു കുബ്ബൂസാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ കുബ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം വേണം കേട്ടോ ചേർക്കാൻ. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർക്കണം, തിളച്ച വെള്ളമൊന്നും ചേർത്തേക്കരുത്, അപ്പോൾ ഈസ്റ്റ് നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും ഈസ്റ്റൊക്കെ നല്ല പോലെ പൊങ്ങി വന്നോളും. അപ്പോൾ 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. കണ്ടില്ലേ, ഈസ്റ്റൊക്കെ നല്ല പോലെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മൾ ആക്റ്റീവാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, ആ വെള്ളം അത് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ 1/2 കപ്പ് വെള്ളം ചിലപ്പോൾ നമുക്ക് മതിയാവില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് പച്ചവെള്ളം ചേർത്ത് മിക്സാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആവുന്ന പരുവത്തിലാവുന്നത് വരെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്, കണ്ടില്ലേ. ഇനി നമ്മളിത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇത് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അടപ്പ് വെച്ച് മൂടിയാലും മതി കേട്ടോ. ഞാൻ എന്താണെങ്കിലും ഒരു ടവൽ നനച്ചിട്ട് ഇപ്പോൾ ഇത് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി 2 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് എടുക്കേണ്ടത്. അതുവരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് കേട്ടോ. അത് ഡബിൾ സൈസായി പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മളിത് എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഒത്തിരി നേരം ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എത്ര സൈസിലാണോ കുബ്ബൂസ് വേണ്ടത് ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് ഇപ്പോൾ ബോൾസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 9 കുബ്ബൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കനത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ പരത്തിയെടുക്കുന്നത്. നമുക്ക് നല്ല തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ എല്ലാം ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 10 മിനിറ്റ് നേരം ഇതുപോലെ വെക്കണം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് പൊങ്ങി വരും. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മൂടി വെക്കാം. ഞാനിപ്പോൾ മൂടിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ 10 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ കുബ്ബൂസ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കുമിള വെച്ച് വരും. അപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ പൊങ്ങി വരുന്നത് വരെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പൊങ്ങി വരും കേട്ടോ നമ്മുടെ കുബ്ബൂസ്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള കുബ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് ചുട്ടതിന് ശേഷം ചൂടോടുകൂടി നമ്മൾ കാസ്ട്രോളിലൊന്നും ഇട്ട് വെക്കരുത് കേട്ടോ. ഇത് തണുത്തതിന് ശേഷം വേണം കാസ്ട്രോളിലൊക്കെ സൂക്ഷിക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. 2 ലെയറായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഒരു പോക്കറ്റ് പോലെയാണ് ഇത് ഇരിക്കുന്നത്. അത്രക്കും സോഫ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല കിടിലനായിട്ടുള്ള കുബ്ബൂസ് ഉണ്ടാക്കിയെടുക്കാം. ഷവർമ്മക്കൊക്കെ ഇനി ഇതുപോലെ കുബ്ബൂസ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുബ്ബൂസ് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്